മഴതോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വൈജയന്തി വീട് വിട്ടിട്ട് വീണ്ടും ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. നേരെ ചെല്ലുന്നത് ശിവന്റെ വീട്ടിലേക്കാണ്. അവിടെയും സ്ഥിരതാമസത്തിനൊന്നുമല്ല പോകുന്നത്, ഉടനെ തന്നെ വാടക വീട്ടിലേക്ക് മാറും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കമലയുടെ അടുത്തും ശിവന്റെ അടുത്തൊക്കെ പറയുന്നത്. വൈജയന്തി ഇങ്ങോട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരുന്നു വിചാരിച്ചിട്ടാണ് വൈജയന്തി ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിന്റെ നാണക്കേട് ബാലേന്ദ്രന് മാത്രമല്ല നിന്റെ മക്കൾക്കും കൂടിയാണെന്നൊക്കെ ശിവേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ മക്കൾക്ക് ഇപ്പൊ തന്നെക്കാളും പ്രധാനം അവളാണ്. അതുകൊണ്ട് ആ നാണക്കേടൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് തിരിച്ച് വൈജയന്തി പറയുന്നത്. വൈജയന്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമലയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും വൈജയന്തി പറഞ്ഞത് ശരി തന്നെയല്ലേ, എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ബാലേന്ദ്രന്റെ പോക്രിത്തരങ്ങളൊക്കെ കണ്ടോണ്ട് നിൽക്കുക. അല്ലെങ്കിലും അലീനയെ പറഞ്ഞയച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലയോ എന്നൊക്കെ കമല ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താണോ കമല ഞാൻ തരേണ്ടതെന്നാണ് ശിവൻ ചോദിക്കുന്നത്. എനിക്കൊന്നും തരുമൊന്നും വേണ്ട, പറയാനുള്ളത് ഞാൻ അലീനയെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരം താൻ പാഴാക്കില്ല എന്നും കൂടി കമല പറയുന്നുണ്ട്. അല്ലെങ്കിലും വൈജയന്തി ശിവേട്ടന്റെ അടുത്ത് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇയാളാണെന്നുണ്ടെങ്കിൽ വലിയ വിശുദ്ധനെ പോലെ അലീനയെ മകനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള കാര്യം പറയാണ്. അപ്പോഴാണ് അലീനയെ കെട്ടാൻ വേണ്ടിയിട്ട് പോവാണല്ലോ മനു. ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ച് വൈജ അറിയുന്നത്. ഇത് കേട്ട് ശരിക്കും വൈജയ്ക്ക് വലിയൊരു ഷോക്കാണ്. സത്യം തന്നെയാണോ കമലെടുത്തിന്ന് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ മൂത്ത മകനാണെന്നുണ്ടെങ്കിൽ അവളെ കെട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലും അതിന് കൊടപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനും. ഇത് കേട്ട വൈജയാണെങ്കിൽ ഇപ്പൊ ശിവേട്ട എനിക്ക് എന്തായാലും ആശ്വാസമായി, എനിക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം വരുത്തി തീർക്കാനായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചത്. ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ആർക്കാണ് ഭ്രാന്തെന്ന്. വൈജയന്തി ഇങ്ങനെ കിടന്ന് തുള്ളുന്ന സമയത്ത് ശിവനാണെന്നുണ്ടെങ്കിൽ കമലയാണ് കേട്ടോ നോക്കി പേടിപ്പിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈജയന്തിയുടെ അടുത്ത് വല്ലതും പറയണോ എന്നുള്ള മട്ടില്. എന്തായാലും കഷ്ടം തന്നെ ശിവേട്ട, ഈ തൊലിക്കെട്ടിയൊക്കെ എവിടുന്ന് കിട്ടി ശിവേട്ട എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ വൈജയന്തിയുടെ ചോദ്യത്തിന് നല്ല അടിപൊളി മറുപടിയാണ് കേട്ടോ ശിവൻ കൊടുക്കുന്നത്. അത് ചത്തുപോയ നിന്റെ അച്ഛൻ കൈതക്കിൽ കുഞ്ഞിരാമ മേനോൻ തന്നിട്ട് പോയതാണ് എന്നുള്ള കാര്യം. അത് എന്റെ അച്ഛൻ മാത്രമല്ല ശിവേട്ടന്റെയും കൂടി അച്ഛനല്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. നിന്റെ അച്ഛനായി പോയത് കൊണ്ടാണ് ഞാനും കൂടി ഇതൊക്കെ സഹിക്കേണ്ടി വന്നതെന്നാ പറയുന്നത്. ശിവേട്ടൻ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് വൈജയന്തിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം എന്റെ തലയിലേക്ക് അങ്ങ് കയറിയാൽ മതിയല്ലോ എന്ന് വൈജയന്തി പറയുന്നുണ്ട്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്നും വൈജയന്തിക്ക് അറിയില്ലല്ലോ, വെറുതെ കിടന്ന് തുള്ളിയാ മതിയല്ലോ. ശിവനും അതുപോലെ ബാക്കിയുള്ള ആങ്ങളമാരാണല്ലോ ശരിക്കും പെട്ടിരിക്കുന്നത്. ബാലേന്ദ്രന്റെ മുമ്പില് തലകുനിച്ച് നിൽക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇവളാണെങ്കിൽ കിടന്ന് തുള്ളുന്നുണ്ട്. സത്യങ്ങളെല്ലാം തുറന്ന് പറയാനും പറ്റാത്ത അവസ്ഥയിലാണ്. അവസാനം ശിവേട്ടൻ പറയുന്നത് നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ വൈജയ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുകയാണ്. കാരണം ആര് പറഞ്ഞു കഴിഞ്ഞാലും വൈജയന്തിയെ ഒരു രീതിയിൽ അടക്കാൻ വേണ്ടി പറ്റില്ല. അതേ ഒരു അവസ്ഥയിൽ തന്നെയാണല്ലോ ഇപ്പൊ ബാലേന്ദ്രനും പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റ് ബാലേന്ദ്രന്റെ ഭാഗത്തല്ലാത്തതുകൊണ്ട് ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അവസാനം ഇനിയിപ്പോ ഇവർ എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ള മട്ടില് കൈ ഒഴിഞ്ഞ മട്ടിലൊക്കെയാണ് കേട്ടോ സംസാരിച്ചിട്ട് ശിവൻ അവിടുന്ന് പോകുന്നത്. ശിവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അലീനയെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഒരിക്കലും കമലെടുത്ത് അതിന് സമ്മതിക്കരുതെന്ന് പറയാണ്. കാര്യം വരുന്ന സമയത്ത് അവരൊറ്റക്കെട്ടാണ്, ഞാൻ ഒറ്റയും. പക്ഷേ അനുവദിക്കില്ല, ഞാനതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, നീ എന്തായാലും ഡ്രസ്സ് മാറ്റിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ അവിടുന്ന് പോകുന്നുണ്ട്. അവിടുന്ന് നേരെ ചെല്ലുന്നത് അമ്മയുടെ മുറിയിലേക്കാണ് കേട്ടോ. അമ്മയ്ക്ക് അറിയില്ലല്ലോ മകള് വെട്ടിയും കിടക്കി എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം. നീ എന്താ വൈജ പതിവില്ലാതെ എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും അമ്മ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകും, ഞാൻ വീണ്ടും അവിടുന്ന് ഇറങ്ങിപ്പോന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിലും അമ്മ പറ, ഞാൻ അവിടെ നിൽക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് അമ്മയാണെങ്കിൽ തിരിച്ച് അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നീ തെറ്റല്ലാതെ പിന്നെ എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ കുറിച്ച്. വൈജ ആര് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല, അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. എല്ലാവരും നിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിനക്ക് അവിടെ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീർത്താൽ പോരെ, നീ എന്തിനാ വീണ്ടും ഓടി പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരുന്ന എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വൈജയന്തിയെ വേണ്ടാത്തവരെ വൈജയന്തിക്കും വേണ്ട എന്ന്. ഈ പ്രശ്നമൊക്കെ എവിടെ ചെന്ന് തീരും ഭഗവാനെ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ വൈജയുടെ അമ്മ. അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ അലീനയും രോഹിയും കൂടി ചേർന്ന് തിരിച്ചെത്തുവാണ്. വന്ന ഉടനെ തന്നെ ബബിത പറയുന്നുണ്ട് അമ്മ ഇവിടുന്ന് പോയി എന്നുള്ള കാര്യം. പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തിട്ട് ഒരു ടാക്സിയും വിളിച്ചിട്ട് അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഒരുപാട് തടയാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അമ്മ എന്നെ തള്ളി മാറ്റിക്കൊണ്ടാണ് അവിടുന്ന് പോയത്. അവിടെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അലീനയുടെ അടുത്തും അതുപോലെ തന്നെ രോഹിന്റെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട അലീനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഡത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോയാലോ എന്ന് ചോദിക്കുവാണേ. അവര് പോയ കാര്യങ്ങളെല്ലാം സാധിച്ചല്ലോ. ഡിസ്മിസിൽ ചെയ്യാനിരുന്ന രോഹിയെ സസ്പെൻഷനിലേക്ക് ഇളവ് ചെയ്തും കണ്ട് വീണ്ടും കോളേജിൽ പഠിക്കാനുള്ള അവസരം ആ മാനേജർ നൽകിയല്ലോ. അതിന്റെ സന്തോഷത്തിന്റെ പേരിൽ എല്ലാവരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് രോഹിയും അതുപോലെ അലിയും കൂടി ചേർന്നിട്ട് കേക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നത്. എന്നാൽ അതിനേക്കാളും വലിയൊരു സംഭവമാണല്ലോ വീട്ടിലുണ്ടായിരിക്കുന്നത്. വീണ്ടും വൈജയന്തിയെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം
ദേഷ്യത്തോട് കൂടിയിട്ട് മക്കളെല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അലീന പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോവാ എന്ന് പറയുന്നത്. കൃഷ്ണമോളും തിരിച്ചു വന്ന സമയത്താണ് അമ്മ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം അറിയുന്നത്. അലീന പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. കൊല്ലപ്പള്ളി ചെന്നിട്ട് മക്കളെ കണ്ടിട്ട് പ്രത്യേകിച്ച് അലിവൊന്നും നമ്മുടെ വൈജയന്തിക്ക് തോന്നുന്നൊന്നുമില്ല. എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്ന വരവ് കാണുമ്പോൾ തന്നെ വൈജയന്തി പതിവ് പോലെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം. അമ്മയെ കാണാനും തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങി പോകുന്നത് തിരിച്ച് അങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ടല്ല, വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മക്കള് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാതെ വൈജ പറയുന്നത്, ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ തന്നെ വന്ന് വിളിക്കണം, വെറുതെ വന്ന് വിളിച്ചാൽ പോരാ. അലീന എന്ന് പറയുന്ന മാരണത്തിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം വന്ന് വിളിക്കണം. അങ്ങനെ അമ്മ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മക്കൾ അവിടുന്ന് പോവാണ്. അച്ഛൻ വന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് അമ്മ എന്തായാലും വീട്ടിൽ കയറിയത് തന്നെയാണെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് കേട്ടോ. കാരണം കൃഷ്ണമോൾക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ, തെറ്റുമൊത്തം അമ്മയുടെ ഭാഗത്തും. പിന്നെ അച്ഛൻ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരണം. ഈ കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമ്മളെല്ലാവരും നൂലെടുത്ത് അടിച്ചു ഓടിക്കും. അമ്മയുടെ വാശി ഒട്ടും നല്ലതിനല്ല, ഇത് നാശത്തിലേക്ക് പോകുള്ളൂ. ഇതിന്റെ പേരിൽ അമ്മ തന്നെയാണ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. കൃഷ്ണമോളുടെ വായെന്നാണെന്നുണ്ടെങ്കിൽ ഓരോരോ പണി പണ്ട് ചെയ്തു വെക്കുമ്പോൾ ഓർക്കണായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും അലീനയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. കാരണം മറ്റവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ സ്വന്തം അമ്മയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം. അത് അവരറിയരുത് എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ടാണ് കൃഷ്ണമോളെ വായടപ്പിക്കുന്ന രീതിയിൽ അലീന കൃഷ്ണമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. വീട്ടിൽ തിരിച്ചതിന് ശേഷം അച്ഛൻ്റെ അടുത്തും കാര്യങ്ങൾ പറയുന്നുണ്ട്, അമ്മ ഇറങ്ങിപ്പോയി എന്ന്. അച്ഛൻ അത് അത്ര വലിയ പുത്തിരിയായിട്ടൊന്നും തോന്നില്ല. അവൾ കയറി വരുന്നു പോകുന്നു, അത് അവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ നിസ്സാരമായിട്ട് കളയുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മയെ കണ്ടിരുന്നു എന്നും അമ്മയുടെ ഡിമാൻഡ് എന്താ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇനി തിരികെ ചെന്നിട്ട് വിളിക്കണം, ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ. അത് മാത്രം പോരാ, അലീന ചേച്ചി എവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം വേണം അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങോട്ട് വരണം എന്നുള്ള കാര്യമാണ് പറയുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അതിന് ഞാൻ മറ്റൊരു ജന്മം ജനിക്കണം എന്നുള്ള കാര്യമാണ് ബാലേന്ദ്രൻ പറയുന്നത്. എന്നിട്ട് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അച്ഛനും ഒരു രീതിയിൽ അടുക്കില്ല, അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു സാധനമാണല്ലോ, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയതും. അങ്ങനെ അലീനയാണെങ്കിൽ അച്ഛന്റെ പുറകെ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാഡം തിരിച്ചു വരും, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പൊക്കോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നീ ഇവിടുന്ന് പോകുന്നതോട് കൂടിയിട്ട് ഈ കുടുംബം ചിന്നി ചിതറി പോകും, അത് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് പോകാം എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അവൾ എന്താ പറഞ്ഞത്, ഞാൻ അവളെ പോയിട്ട് തിരികെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരണം, അതും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട്. അവൾ ആരാന്ന് അവളുടെ വിചാരം. പണ്ട് ഓരോരോ വൃത്തികെട്ട പണി ചെയ്യുന്ന സമയത്ത് ഓർക്കണായിരുന്നു, എന്നിട്ടും അവളുടെ കുന്തളിപ്പിന് ഒരു കുറവുമില്ല. ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അലീനയുടെ അടുത്ത്. ഈ പ്രശ്നത്തിന് ഒരു അവസാനം വരണം എന്നുണ്ടെങ്കിൽ സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അലീന പറയുന്നത്. ഇനിയിപ്പോൾ വൈജയന്തി അവിടെയും മക്കൾ എവിടെയോ ആയിട്ടാണോ താമസിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഇതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാലചന്ദ്രൻ അലീനയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, വൈജയ് ഇത് നീ പിഴച്ചു പെറ്റ മകളാണ് എന്നുള്ള കാര്യം മുഖത്തടിച്ചതുപോലെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണേ.